ഒരുക്കുന്നുമുണ്ട് പാറമേക്കാവ് തിരുവമ്പാടി വിഭാഗങ്ങൾ. കുടമാറ്റത്തിന്റെ ഐതിഹ്യം ജനം ടിവിയുമായി പങ്കുവയ്ക്കുകയാണ് പാറമേക്കാവിന്റെ പ്രതിനിധി ശേഷൻ. പൂരനഗരിയിൽ നിന്ന് കവിശ്രീ ദിലീപ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. തൃശൂർ പൂരത്തിലേറെ ആരാധകരുള്ള ഒന്നാണ് കുടമാറ്റം. കുടമാറ്റത്തിന്റെ ഐതിഹ്യങ്ങൾ നമ്മളോടൊപ്പം പങ്കുവയ്ക്കാനായി ശേഷനാണ് ചേരുന്നത്. പാറമേക്കാവ് വിഭാഗത്തിന്റെ പ്രതിനിധിയാണ് ശേഷനോട് നമുക്ക് ചോദിച്ചറിയാം. നമസ്കാരം. കുടമാറ്റത്തിനെ പറ്റി പറയുമ്പോൾ ആദ്യം പറയേണ്ടത് ഇലഞ്ഞിത്തറമേളത്തിനെ പറ്റിയിട്ടാണ്. ഇലഞ്ഞിത്തറമേളത്തിന് ഒരു ഐതിഹ്യം ഉണ്ട്. അതായത് വിശ്വപ്രസിദ്ധമായ ഇലഞ്ഞിത്തറമേളത്തിന് ഐതിഹ്യം പറയുമ്പോൾ പാറമേക്കാവിന്റെ മൂലസ്ഥാനം, അതായത് പാറമേക്കാവിന്റെ മൂലം വന്നിട്ട് വടക്കുന്നാഥ ക്ഷേത്രമാണ്. അപ്പോൾ ചിരപുരാതനമായ ഒരു ഐതിഹ്യം തന്നെയാണ് പറയാനുള്ളത്. അതായത് കുറുപ്പാൾ തറവാട്ടിലെ ഒരു കാരണവർ, അദ്ദേഹത്തിന്റെ പേര് ഇപ്പോൾ ആർക്കും വ്യക്തമല്ല. കുറുപ്പാൾ തറവാട്ടിലെ കാരണവർ തിരുമാന്നാങ്കുന്നമ്മയുടെ വലിയൊരു ഉപാസകനായിരുന്നു. അദ്ദേഹത്തിന് പ്രായാധിക്യമായപ്പോൾ, വയസ്സായപ്പോൾ അദ്ദേഹത്തിന്റെ കുടയിൽ അമ്മ കൂടിക്കൊണ്ടു എന്നാണ് ഒരു ഐതിഹ്യം. അപ്പോൾ ആ കുടയും ചുമന്ന് തിരുമാന്നാങ്കുന്നിൽ നിന്ന് വരുന്ന വഴിക്ക് വടക്കുന്നാഥിൽ വിശ്രമിക്കുകയും തൊഴുത് കഴിഞ്ഞ് വിശ്രമിക്കുകയും ഇലഞ്ഞിത്തറയിലാണ് വിശ്രമിച്ചു എന്നാണ് പറയപ്പെടുന്നത്. ആ ഇലഞ്ഞിത്തറയിൽ വിശ്രമിക്കുമ്പോൾ അവിടെ കുട ഉറക്കുകയും ആ കുടയുടെ ഭാഗത്തൊരു സ്ഥാനം ദൈവപ്രശ്നം വെച്ച് നോക്കുമ്പോൾ അവിടെ ഒരു ദൈവിക പരിവംശം കാണുകയും അവിടെ ഒരു ശില പ്രതിഷ്ഠിച്ചു എന്നാണ് പറയപ്പെടുന്നത്. ഈ ഇലഞ്ഞിത്തറയിലാണ് ശരിക്കും പാറമേക്കാവിൽ നിന്നും പ്രൗഢഗംഭീരമായിട്ടുള്ള മേളത്തോടെ ഇലഞ്ഞിത്തറയിൽ വന്നിട്ട് അമ്മയുടെ ഒരു സ്മരണ പോലെ നടത്തുന്ന ഒരു ഇലഞ്ഞിത്തറമേള ചടങ്ങ്. അത് കഴിഞ്ഞിട്ട് അമ്മ കുടപ്പുറത്ത് കയറിയത് കൊണ്ട്, അതായത് കാരണവരുടെ കുടപ്പുറത്ത് കയറിയത് കൊണ്ട് ഈ കുടമാറ്റം, അതായത് കുടമാറ്റത്തിന്റെ ഒരു ഐതിഹ്യം പറയുമ്പോൾ അദ്ദേഹത്തിന് കുടപ്പുറത്ത് കയറിയത് കൊണ്ടാണ് ഈ കാരണവരുടെ ഒരു സ്മരണയ്ക്ക് വേണ്ടി ഈ കുടമാറ്റം എന്നുള്ള കുടമാറ്റം എന്നുള്ള ഒരു ആഘോഷം കൂടി നടത്തപ്പെടുന്നു എന്നുള്ളത് വിശ്വസിക്കപ്പെടുന്നു. പക്ഷേ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഇതിനൊന്നും ചരിത്രാവശിഷ്ടങ്ങളൊന്നും ഇപ്പം നിലനിൽപ്പില്ല. പക്ഷേ ഇലഞ്ഞിത്തറമേളം ഇപ്പോഴും ഒരു സ്മാരകമായിട്ട് അവിടെ നിലനിൽക്കുന്നുണ്ട്. അമ്മയുടെ ഒരു സ്ഥാനമായിട്ട് കൽപ്പിച്ച് തന്നെയാണ് പാറമേക്കാവ് ദേശം ഇവിടെ വന്നിട്ട് പ്രൗഢഗംഭീരമായിട്ടുള്ള മേളത്തോടെ അവിടെ ആഘോഷിക്കുന്നത്. അത് കഴിഞ്ഞ് ഇറങ്ങി കുടമാറ്റവും ആഘോഷിക്കുന്നത്. അദ്ദേഹത്തിനെ പറ്റി വ്യക്തമായിട്ടുള്ള ഒരുപാട് അധികം പഠിക്കേണ്ടതാണ് അദ്ദേഹത്തെ പറ്റി. കാരണം തൃശ്ശൂരിന്റെ ചരിത്രം പറയുമ്പോൾ, പ്രത്യേകിച്ച് തൃശ്ശൂർ പൂരം എന്നുള്ള ഒരു ദിവസം എന്നുള്ളപ്പോൾ അദ്ദേഹത്തിന്റെ പേര് തീർച്ചയായിട്ടും അറിയപ്പെടേണ്ടതാണ്. കുറുപ്പാൾ തറവാട് എന്നാണ് പറഞ്ഞത്. ആ തറവാട് ഇപ്പോഴും കൂർക്കഞ്ചേരി ഭാഗത്ത് ഇപ്പോഴും ആ കളരി നിലനിൽക്കുന്നുണ്ട്. ഇപ്പോഴും അവിടെ അദ്ദേഹത്തിന്റെ ഒരു സങ്കല്പ പ്രതിഷ്ഠയുണ്ട്, കാരണവരുടെ പ്രതിഷ്ഠയുണ്ട്.